ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരുപോലെ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വാനില സ്പഞ്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിനായിട്ട് നമ്മൾ 250 ml കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക, എല്ലാ ഭാഗത്തും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് 5 കോഴിമുട്ട നമ്മൾ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. നന്നായി ബീറ്റായി വന്ന ശേഷം ഇതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് 250 ml കപ്പിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ റിബൺ കൺസിസ്റ്റൻസി ആവുന്നത് വരെ ബീറ്റ് ചെയ്ത ശേഷം നമുക്ക് അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ബീറ്ററിലാണ് നിങ്ങൾ ബീറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് 2 തവണകളായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2-3 ടീസ്പൂൺ ഓയിലും കൂടെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഓയിൽ ചേർത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഞാനിവിടെ 2 കേക്ക് ടിന്നിലായിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. എനിക്ക് കുറച്ച് ലെയേഴ്സ് അധികം ആവശ്യമുള്ള കാരണമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ച് കൊടുക്കുകയാണ്. ഓവൻ 10 മിനിറ്റ് മുമ്പ് തന്നെ നമ്മൾ ചൂടാക്കി ഇടണം കേട്ടോ. കേക്ക് ബാറ്റർ കേക്ക് ടിന്നിലേക്ക് മാറ്റിയ ശേഷം അതിലത്തെ എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. 180 ഡിഗ്രിയിലാണ് നമ്മളിവിടെ ഓവൻ വെച്ചിട്ടുള്ളത്. 30 മിനിറ്റാണ് നമ്മൾ ബേക്ക് ചെയ്യാൻ എടുത്ത സമയം. അപ്പോൾ കേക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്, സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നമുക്ക് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. എല്ലാവർക്കും ബൈ.